എല്ലാ കൂട്ടുകാർക്കും വീണ്ടും മൈ സ്റ്റൈൽ കുക്കിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് ചെയ്യാൻ പോകുന്ന സിമ്പിളായിട്ടുള്ള നമ്മുടെ നാട്ടിലൊക്കെ ഇടുന്ന കൂൾ ബാറിലൊക്കെ ഇട്ട് നല്ല മണമുള്ള നല്ല വൈറ്റ് കളറിലുള്ള ഒരു ലൈം ജ്യൂസാണ് കേട്ടോ. മഴയൊക്കെ എത്താൻ താമസിക്കുന്നുണ്ട്, അതുകൊണ്ട് നമുക്കൊരു ലൈം ജ്യൂസ് എന്തായാലും ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു 3 ലെമൺ ഞാൻ എടുത്തിട്ടുണ്ട്. ലെമൺ എന്ന് പറഞ്ഞാൽ മഞ്ഞ കളറിലെ ലൈമല്ല ഞാൻ എടുത്തിട്ടുള്ളത്, ഒരു പച്ചയും മഞ്ഞയും കലർന്ന് ഫ്രഷ് ആയിട്ടുള്ള ലൈമാണ് എടുത്തിട്ടുള്ളത്. അങ്ങനത്തെ മാർക്കറ്റിൽ കിട്ടും, അത് നോക്കി വാങ്ങിക്കുകയാണെങ്കിൽ നല്ല മണമുള്ള ഒരു ലൈം ജ്യൂസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ ഇത് പൊടിച്ച പഞ്ചസാര, പിന്നെ കുറച്ച് ഐസ് വാട്ടർ, എത്രയാണോ വെള്ളം വേണ്ടതെന്ന് വെച്ചാൽ അതിനുള്ള ഐസ് വാട്ടർ എടുത്തിട്ടുണ്ട്. കുറച്ച് ക്യൂബ്സും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് നമുക്ക് ആ 3 ലൈം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ 3 ലൈമിൻ്റെ ഇത് വെച്ചിട്ട് നമുക്കൊരു 6 ഗ്ലാസ് അല്ലെങ്കിൽ ഒരു 7 ഗ്ലാസ് വരെയും വെള്ളം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ലൈം ജ്യൂസ് ഒരു 7 ഗ്ലാസ് ലൈം ജ്യൂസ് നമുക്ക് 3 നാരങ്ങയിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇതിൽ ഓരോ നാരങ്ങയും 8 പീസ് വെച്ചിട്ട് മുറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ കുരുവൊക്കെ ഉണ്ട്. കുരു ഒന്നും ഞാൻ കളയുന്നില്ല, നമുക്കിതിങ്ങനെ തന്നെ മിക്സിയിൽ അടിച്ചെടുക്കാനുള്ളതാണ്. കുരു ഒന്നും കളഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, അതുകൊണ്ട് കുരു ഒന്നും കളയുന്നില്ല കേട്ടോ. അങ്ങനെ നമ്മൾ 3 നാരങ്ങയും 8 പീസ് വെച്ചിട്ട്, ഓരോ നാരങ്ങ 8 പീസ് വെച്ചിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇത് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് മിക്സിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ കൂടെ പൊടിച്ച പഞ്ചസാരയും കൂടി ഇടുന്നുണ്ട്. അല്ലാതെ പൊടിക്കാതെ പഞ്ചസാര ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ മിക്സിയിൽ ആ പഞ്ചസാര അരിയാൻ അത്രയൊന്നും അടിക്കുന്നില്ല, അപ്പോൾ അത് അങ്ങനെ തന്നെ അടിയിൽ കിടക്കും. പൊടിച്ച പഞ്ചസാരയാണെങ്കിൽ നമുക്ക് നല്ലോണം അലിഞ്ഞ് കിട്ടും, പഞ്ചസാര ഒട്ടും വേസ്റ്റ് ആവാണ്ടിരിക്കും. പിന്നെ ഇത് ഉപ്പാണ് കേട്ടോ, ഒരു നുള്ളു ഉപ്പ് ഇടുന്നുള്ളൂ. ഈ ഉപ്പിൻ്റെ അളവ് നോക്കിക്കോളൂ കേട്ടോ, അതിൽ കൂടാൻ പാടില്ല, ഒറ്റ നുള്ളേ ഇടാവുള്ളൂ. പിന്നെ ഐസ് വാട്ടറും കൂടി ഒഴിച്ചു കൊടുക്കാം. മുഴുവൻ ഐസ് വാട്ടർ ഒഴിച്ചിട്ടില്ല, പകുതിയേ ഒഴിച്ചിട്ടുള്ളൂ. ബാക്കി നമുക്ക് അരിച്ചൊഴിക്കും, അതിൻ്റെ അകത്തേക്ക് തന്നെ ഒഴിച്ചെടുക്കാം. ഇപ്പോൾ നല്ലോണം അടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ അതിന് തോലൊക്കെ അതിനകത്ത് തന്നെ കിടപ്പുണ്ട്. അതിന് നല്ല മണം, അത് നിങ്ങൾ ചെയ്ത് നോക്കുകയാണെങ്കിൽ ശരിക്കും മനസ്സിലാവും. നല്ല മണവുമാണ്, നല്ലൊരു ടേസ്റ്റുമാണ് ഫ്രഷ് ആയിട്ടുള്ള ലൈം അങ്ങനെ തോലടക്കം അടിച്ചെടുക്കുമ്പോൾ. ഇനി നല്ലൊരു അരിപ്പയിൽ ഇത് അരിച്ചെടുക്കാം. നമുക്ക് വേറെ ഒന്നും ചേർത്തിട്ടില്ല, ഏലക്കയോ ഇഞ്ചിയോ അങ്ങനത്തെ ഒരു സാധനം ചേർത്തിട്ടില്ല, ലൈം മാത്രമേ ഉള്ളൂ ഇതിൻ്റെ അകത്ത്. ഇതിൻ്റെ അകത്ത് ഷുഗർ സിറപ്പോ തേനൊന്നും ഒഴിക്കല്ലോ കേട്ടോ. അങ്ങനെ ഒഴിക്കുകയാണെങ്കിൽ നമുക്കിതിന് കളർ കുറച്ച് മഞ്ഞയായിട്ട് പോകും. വൈറ്റ് ഷുഗർ തന്നെ ഇടുകയാണെങ്കിലാണ് ഇങ്ങനെ നല്ല വൈറ്റ് കളർ കിട്ടുള്ളൂ. ഇനി ഇതിൻ്റെ തോലൊക്കെ നല്ലോണം ഒന്ന് അരിച്ചെടുക്കാം. ഇത് അപ്പം തന്നെ ഫ്രഷ് ആയിട്ട് കുടിക്കുന്നതായിരിക്കും നല്ലത്, നല്ല ടേസ്റ്റ് അപ്പം കുടിക്കുമ്പോൾ. അല്ലാണ്ട് ഇതൊരു അരമണിക്കൂർ വരെയൊക്കെ ഇരിക്കും, അത് കഴിയുമ്പോഴത്തേക്കും കുറേശ്ശെ കയ്പ്പ് വന്ന് തുടങ്ങും. അതുകൊണ്ട് ഇത് അടിച്ചിട്ട് അപ്പം തന്നെ കുടിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. നന്നായിട്ട് നമ്മുടെ ലെമൺ ജ്യൂസ് അടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ അതിൻ്റെ കളർ കണ്ടോ, നല്ലൊരു വൈറ്റ് കളറിൽ, ഒരു പാല് പോലത്തെ നല്ലൊരു വൈറ്റ് കളറായിട്ടുണ്ട്. ഇത് കാണാനും നല്ലതാണ്, കുടിക്കാനും നല്ലതാണ് കേട്ടോ. അപ്പം നിങ്ങൾ അറിയാത്ത ആൾക്കാരൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. സിമ്പിൾ റെസിപ്പിയല്ല, ഒത്തിരി ടേസ്റ്റുമാണ്, കുടിക്കാൻ പറ്റും, നല്ല ഫ്രഷ് ആയിട്ടുള്ള ലൈമായിട്ട്. അപ്പോൾ ഈ സിമ്പിൾ റെസിപ്പി നിങ്ങൾക്കൊക്കെ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ നിങ്ങളുടെ കമൻസൊക്കെ കമൻറ്റ് ബോക്സിലിടുക. വേറെ ഒന്നുമില്ല, നമുക്ക് ഉടനെ തന്നെ അടുത്തൊരു റെസിപ്പി ആയിട്ട് കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ.